65 മുതൽ 83 വരെ ഏതാണ്ട് 20 വർഷത്തോളം ആഗോള ഈശോ സഭയുടെ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹത്തിൻ്റെ പരമാധ്യക്ഷനായിരുന്ന പേദ്രെ അരൂപ്പെ എന്ന ജെസ്യൂട്ട് വൈദികനെ പറ്റിയുള്ള കഥ നമുക്ക് വിശ്വാസത്തിന് വലിയ തീക്ഷ്ണത നൽകുന്ന ഒരനുഭവമാണ്. സ്പെയിനിൽ ജനിച്ചു വളർന്ന പേദ്രോ ഒരു നല്ല കത്തോലിക്ക കുടുംബ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയായിരുന്നു. കത്തോലിക്ക സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം സ്വീകരിച്ച് തൻ്റെ വൈദ്യശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് മഡ്രിഡിലേക്ക് പോയി അവിടെ വൈദ്യശാസ്ത്ര പഠനം തുടർന്നു. അതിനുശേഷം 1926 അദ്ദേഹം തൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം 4 സഹോദരിമാരുമൊത്ത് ഒരു തീർത്ഥാടനം നടത്തി. ആ തീർത്ഥാടനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. തൻ്റെ വൈദ്യശാസ്ത്ര പഠനകാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർമാർ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് പരിഹസിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്, എന്നാൽ ഒന്ന് കാണാം എന്നുള്ള ഒരു ആകാംക്ഷയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് 3 മാസത്തോളം താമസിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ ഒരു ടീമിൽ അദ്ദേഹം ചേർന്നു. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി പഠിക്കാൻ. നിരീശ്വരവാദികളും ഒക്കെ ഉൾക്കൊണ്ട ഒരു ഡോക്ടർമാരുടെ ഒരു സമൂഹത്തിൽ അദ്ദേഹം ചേർന്ന് ഒരിക്കലും വിശദീകരിക്കാനാവാത്ത 3 അത്ഭുതങ്ങളെപ്പറ്റി അവർ പഠിച്ച് അത് തീർത്തും അത്ഭുതങ്ങളാണ് എന്നവർ സാക്ഷ്യപ്പെടുത്തി. ആ ടീമിൽ പേദ്രോ അരൂപ്പയും ഉണ്ടായിരുന്നു. വേറൊരിക്കൽ ലൂർദിൽ താമസത്തിനിടയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹം കണ്ണുകൊണ്ട് ഒരത്ഭുതം ദർശിച്ചു. കാലും മടങ്ങി നടക്കാനാവാതെ ഇരുന്ന ഒരു രോഗിയായൊരു മനുഷ്യൻ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ നിവർന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും കാലുകൾ സാധാരണ ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളതുപോലെ ആരോഗ്യപരമായ രീതിയിലായിത്തീരുകയും അത് നടക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹം സ്വയം ചോദിച്ചു, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാൻ ഇത്രമാത്രം വളരെയധികം വർഷങ്ങളെടുത്ത് പഠിച്ച എൻ്റെ വൈദ്യശാസ്ത്രം, ആ വൈദ്യശാസ്ത്രം മുഴുവൻ അദ്ദേഹത്തെ പരിഹസിക്കുന്നതായിട്ട് തോന്നി. തൻ്റെ വിശ്വാസം മുഴുവൻ അർപ്പിച്ചത് ആ വൈദ്യശാസ്ത്രത്തിലായിരുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയും ധാരണ. അപ്പോൾ ഈ നടക്കുന്ന എന്താണ്? വിശദീകരിക്കാനാവാത്ത ഒരനുഭവം. അത് അദ്ദേഹത്തിൽ വലിയ ഒരു മാറ്റം വരുത്തി. ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനൊന്നായി പിറകെ വരാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, വൈ ഷുഡ് ഐ കണ്ടിന്യൂ മൈ കരിയർ ആസ് എ ഡോക്ടർ? ഞാൻ എന്തിനാ ഇത് തുടരണം? അതിനേക്കാളും വലിയൊരു ശക്തി ഞാനിവിടെ കാണുന്നു എൻ്റെ കണ്ണുകൾ കൊണ്ട്. അതുകൊണ്ട് പിന്നീട് ഒട്ടും താമസിച്ചില്ല, വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തൻ്റെ വൈദ്യശാസ്ത്ര പഠനം ഉപേക്ഷിച്ചു. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പുരോഹിതനാകാൻ തീരുമാനിച്ചു. അതിനെപ്പറ്റി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഹൃദയാർജ്ജവകമായ ഒരു വാചകമാണ്. സാധാരണക്കാരും പാവങ്ങളുമായിരിക്കുന്ന ആ വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്ന മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ, ആ ഗ്രോട്ടയിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥന നിശ്വസനങ്ങൾ, ആ ശബ്ദങ്ങൾ, ആ ആരവങ്ങൾ, അതിനിടയിലും തൊട്ട് മുമ്പിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴ, അതിൻ്റെ മർമ്മരത്തിലും ഇടയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ ദൈവത്തിൻ്റെ വിളി ഞാൻ കേട്ടു. ദൈവം വിളിക്കുന്നത് ഞാൻ ശക്തമായിട്ടും തിരിച്ചറിഞ്ഞു, വിവേചിച്ചറിഞ്ഞു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവവിളി. അങ്ങനെ പാതി വഴിയിൽ വൈദ്യശാസ്ത്ര പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം ഈശോ സഭയിൽ ചേർന്ന് വൈദികനായി. ആദ്യമായിട്ട് ജപ്പാനിലേക്ക് നിയോഗിക്കപ്പെട്ടു.
ജപ്പാനിൽ വർഷങ്ങളോളം ഹിറോഷിമ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് അദ്ദേഹം നോവിസ് മാസ്റ്ററായിട്ട് നിയോഗിക്കപ്പെട്ടപ്പോഴാണ് ആ വലിയ ദുഃഖകരമായ ഹിറോഷിമ ബോംബ് സ്ഫോടനമുണ്ടായത്. ഹിറോഷിമ നഗരത്തിനും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനിടയിൽ വലിയൊരു മരയുള്ളത് കൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ആശ്രമത്തിനുണ്ടായില്ല. എങ്കിലും മനുഷ്യൻ്റെ കഷ്ടപ്പാടും വേദനയും അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടു. ധാരാളം പേരെ ചികിത്സിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പൂർത്തിയായില്ലെങ്കിലും വൈദ്യശാസ്ത്ര പഠനം അദ്ദേഹത്തിന് ഉപകരിച്ചു. അവിടെ ആശ്രമത്തിൻ്റെ ചാപ്പൽ ഉൾപ്പെടെ ആശുപത്രിയാക്കി മാറ്റി വേദനയാൽ പിളയുന്ന ധാരാളം പേരെ അവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. പിന്നീട് അരൂപ്പയുടെ ജീവിതം ഇങ്ങനെ വർഷങ്ങളോളം വലിയ ആവേശകരമായിട്ട് തന്നെ തുടർന്നതിൻ്റെ കഥ ചരിത്രത്തിലുണ്ട്. 1991 അദ്ദേഹം മരിക്കുന്നത്. ഈശ്വര സമൂഹത്തിന് പുതിയൊരു ദിശാബോധം കൊടുക്കാനായിട്ട് അരൂപ്പയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടാം സ്ഥാപകൻ, ഒന്നാമത്തെ സ്ഥാപകൻ നമുക്കറിയാം ഇഗ്നേഷ്യസ് ലയോള, രണ്ടാം സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. അത് വലിയ ഒരു ആവേശത്തിൻ്റെ കഥയാണ്. അതോടൊപ്പം തന്നെ വേറൊരു ജീവിത കഥയും കൂടി പ്രതിപാദിച്ച ശേഷം നമുക്ക് ഈ ചിന്ത തുടരാം. മദർ തെരേസായുടെ പിൻഗാമിയായി വന്ന സിസ്റ്റർ നിർമ്മല ജോഷി. സിസ്റ്റർ നിർമ്മലയുടെ പശ്ചാത്തലം പലർക്കും അറിയില്ല. നേപ്പാളിൽ നിന്ന് ബീഹാറിലെ കുടിയേറിപ്പാർത്ത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു സിസ്റ്റർ നിർമ്മല. 10 മക്കളിൽ ഒരാളായ സിസ്റ്റർ നിർമ്മല തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത്, തുടർന്ന് കുറേ വർഷങ്ങളോളം തുടർന്നതുമെല്ലാം മിഷണറീസുമാർ നടത്തുന്ന വിദ്യാലയങ്ങളിലായിരുന്നു. ഹസാരിബാഗ്, ബീഹാറിൽ തന്നെ. ആ പഠനകാലത്ത് അവൾ മദർ തെരേസയെ പറ്റി കേട്ടു. മദർ തെരേസയുടെ വലിയ ക്രിസ്തീയ സാക്ഷ്യം തുടർന്നു കൊണ്ടുപോകുന്നത് പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിലൂടെ, പാവങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നതിലൂടെ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന മദർ തെരേസ അവളുടെ ജീവിതത്തിൽ വലിയൊരു ചലനമുണ്ടാക്കി. അവളെ മദർ തെരേസയുടെ വിശ്വാസത്തെപ്പറ്റി പഠിച്ചു, മതത്തെപ്പറ്റി പഠിച്ചു. അവളും ഒരു കത്തോലിക്കയായി. ഒരു പടി കൂടി കടന്ന് മദർ തെരേസയുടെ സമൂഹത്തിൽ ചേർന്നു. അങ്ങനെ കടുത്ത യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന നിർമ്മല മദർ തെരേസയുടെ അവിശ്വാസ ജീവിതം കണ്ട്, യേശുവിനെ എങ്ങനെയാണ് പാവങ്ങൾ ദർശിക്കുന്നത് എന്ന് ഉള്ള ലോകത്തിന് മുമ്പുള്ള സാക്ഷ്യം കണ്ട് ആകർഷിക്കപ്പെട്ട് കത്തോലിക്കയായി. പിന്നീട് ആ സഭയിലെ അംഗമായി. അതിനുശേഷം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം തന്നെ രൂപീകരിക്കാൻ സിസ്റ്റർ നിർമ്മല നേതൃത്വം കൊടുത്തു. അതാണ് കോണ്ടംപ്ലേറ്റീവ്സ്. അങ്ങനെ 2 വിഭാഗങ്ങളുണ്ട് മദർ തെരേസയുടെ സമൂഹത്തിൽ. ആക്റ്റീവ് മിനിസ്ട്രി, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന കോണ്ടംപ്ലേറ്റീവ്സ്. പിന്നീട് മദർ തെരേസ തൻ്റെ ദൗത്യം തുടരാനായിട്ട് തിരഞ്ഞെടുത്തത് ഈ സിസ്റ്റർ നിർമ്മലയാണ്, നമുക്കറിയാം. അവർ മരിച്ചപ്പോൾ പ്രൈം മിനിസ്റ്റർ മോഡിയും വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും എല്ലാം അനുശോചനം രേഖപ്പെടുത്തി. രാഷ്ട്രം സിസ്റ്റർ നിർമ്മലയെ പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചു. അങ്ങനെ വളരെ ധന്യമായ ഒരു ജീവിത സാക്ഷ്യമായിരുന്നു സിസ്റ്റർ നിർമ്മലയുടേത്. ഈ 2 ജീവിത സാക്ഷ്യങ്ങളും മുൻനിർത്തി വിശ്വാസത്തെപ്പറ്റി ഒന്ന് പരിചിന്തനം ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നീ ക്രിസ്ത്യാനിയായത്, കത്തോലിക്കനായതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുന്നത്, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. ശരിയാണ്. നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ വേരുകൾ തേടിച്ചെത്തുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലായിരിക്കും. നല്ല ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ ജനിച്ച് അവരുടെ വിശ്വാസ തീക്ഷ്ണത കണ്ട് വളർന്നവരാണ് നമ്മൾ പലരും.
അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ വിശ്വാസ പരിശീലനത്തിലുള്ള അവരുടെ ആ ശ്രദ്ധ, കുദാശ സ്വീകരണത്തിന് അവരുടെ ആ താല്പര്യം, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വലിയ പാഠങ്ങൾ നൽകി കടന്നു പോയവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. ആ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നുകൊണ്ട് നമ്മളും ക്രിസ്ത്യാനികളായി, കത്തോലിക്കരായി. എങ്കിലും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ ദീപം എത്രമാത്രം ആവശ്യത്തോടെ കത്തിജ്വലിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും ചോദിക്കണം. പരമ്പരാഗത ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ട് പരമ്പരാഗതമായ ചട്ടവട്ടങ്ങളിലൂടെ വളർന്നു വരുന്ന വെറും സാധാ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് ഊർജം കൊടുക്കുന്ന രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് വിശ്വാസത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസമെന്ന അത് ഒരു പ്രക്രിയയാണ്, ഒരു വളർച്ചയാണ്. വളരാത്തതെല്ലാം മുരടിച്ച് ഇല്ലാത്തതായി പോകും. കർത്താവിൻ്റെ ഉപമ നമ്മൾ ഓർക്കുക. 4 വിധത്തിലുള്ള വിത്തുകൾ വീണതിൻ്റെ കഥ നമുക്കറിയാം. 4 വിധത്തിലുള്ള വിത്തുകളാണ് വീണത്. ഒരേ തരത്തിലുള്ള വിത്തുകൾ ഒരേ കർഷകൻ വിതച്ചു. പക്ഷേ ഒരു വിത്ത് മാത്രമാണ്, ഒരു സ്ഥലത്ത് വീണ വിത്ത് മാത്രമാണ് കർഷകൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വിളവ് കൊടുത്തത് നമുക്കറിയാം. നല്ല നിലത്ത് വീണു, നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിച്ചു, നല്ല വളം ലഭിച്ചു, ജലം ലഭിച്ചു. ബാക്കിയെല്ലാം മുരടിച്ചു പോയി. ഇതുപോലെ നമ്മളെല്ലാവരും ഒരേ വിത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച, ഒരേ വിത്ത് പോലെ വിശ്വാസം സ്വീകരിച്ചവരാണെങ്കിൽ എത്രമാത്രം നമ്മൾ അതിനെ പരിപുഷ്ടിപ്പെടുത്തുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഹൗ ഫാർ ഐ ആം റെസ്പോൺസിബിൾ, ഐ ആം കെയർഫുൾ ടു നറിഷ് ദ ഫെയ്ത്ത് ഐ ഹാവ് റിസീവ്ഡ്. ഞാൻ എന്തുമാത്രം അതിന് ഊർജം കൊടുക്കുന്നു, അതിന് ജലം കൊടുക്കുന്നു, അതിന് വളം കൊടുക്കുന്നു, അതിന് സൂര്യപ്രകാശം കിട്ടാനായിട്ട് ശ്രദ്ധിക്കുന്നു, അതിനെ കടുത്ത സൂര്യപ്രകാശം സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം. അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നമുക്ക് ധാരാളം വിപരീതമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെ വളർത്താൻ ഞാൻ എത്രമാത്രം തീക്ഷ്ണതയോടെ പരിശ്രമിക്കുന്നുള്ള ചോദ്യമുണ്ട്. അതാണ് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഒന്ന് പൂർത്തിയായ, വിശ്വാസ സ്വീകരണം എന്ന് പറയുന്നത് ഒന്ന് പൂർത്തിയായ ഒരു പ്രക്രിയയല്ല. ഇറ്റ്സ് എ ഓൺ ഗോയിങ് സെർച്ച്. തുറന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, തുറന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അന്വേഷണമാണ്, ഒരു യാത്രയാണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. ആ യാത്രയിൽ നമ്മളെ പരിപോഷിപ്പിക്കുന്നത് ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലുള്ള വലിയ ജീവിതങ്ങളാണ്. ആ പെദ്രോ അരൂപ്പയുടെ ആ വിശ്വാസ ജീവിതം ഒന്നുകൂടി പുഷ്ടിപ്പെട്ടത്, അതിൻ്റെ അടുത്ത പടിയിലേക്ക് ഉയർന്ന് നമുക്കറിയാം, ലൂർദിലായിരുന്നു. ലൂർദിലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന അനുഭവം അദ്ദേഹത്തെയും ആകർഷിച്ചു. അതുപോലെ തന്നെ ധാരാളം പേര്, അന്ധവിശ്വാസികളായിട്ടുള്ള ധാരാളം പേര്, ഈശ്വര നിഷേധിയായിട്ടുള്ള അനേകം പേര് ലൂർദിൽ വന്ന് അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് മാത്രമല്ല, അവിടെ നടക്കുന്ന വിശ്വാസത്തിൻ്റെ ആ വലിയ സാക്ഷ്യം, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വിശ്വാസത്തിലേക്ക് വന്ന ധാരാളം കഥകളുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെയും പരിപോഷിപ്പിക്കുന്നത് ഇതുപോലുള്ള നമുക്ക് മുൻപേ പോയിട്ടുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ, വിശ്വാസ സാക്ഷ്യങ്ങൾ, നമ്മളൊക്കെ വിളിക്കുന്ന വിശുദ്ധർ. ഇനി വിശുദ്ധരെന്ന് ഔദ്യോഗികമായിട്ട് പേര് വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ അയൽപക്കത്ത് ജീവിച്ചിരുന്നവർ, നമുക്കറിയാവുന്ന നമ്മുടെ ഗുരുബോധന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ഇടവയിൽ ജോലി ചെയ്തിട്ടുള്ള നമ്മുടെ വൈദികർ, ഇങ്ങനെ അനേകം ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് ഊർജ്ജമാണ്, നമുക്ക് വളമാണ്. നമ്മളറിയാതെ അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മളെയും സ്വാധീനിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, എൻ്റെയും ജീവിതം മറ്റുള്ളവർക്ക് ഊർജം കൊടുക്കുന്ന ഒരു ശക്തിയായിരിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. ആദ്യം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതിനുശേഷം പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അപ്പോൾ കർത്താവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച നമ്മളെല്ലാവരും ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവരാണ്. എൻ്റെ വിശ്വാസം ഞാൻ അനുഷ്ഠിക്കുമ്പോൾ, ഞാൻ ജീവിക്കുമ്പോൾ, ഞാൻ അറിയാതെ എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ, എൻ്റെ അയൽപക്കത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ അറിയാതെ എൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചം ഞാൻ കൊടുക്കുകയാണ്. ആ കൊടുക്കാനായിട്ട് ഞാൻ വിളിക്കപ്പെട്ടവരാണ്.
എന്ന് നമുക്ക് ഓർക്കാം. വൈദികനോ അല്ലെങ്കിൽ സന്യാസിയോ സുവിശേഷ പ്രസംഗനോ മാത്രമല്ല, വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള, കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള നമ്മളെല്ലാവരും നമ്മളറിയാതെ വിശ്വാസത്തിൻ്റെ ഈ വെളിച്ചം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, നമ്മുടെ നിഷ്കളങ്കമായ നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാനുഭവത്തിലൂടെ എല്ലാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാൻ. തായ്തണ്ടിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടാൽ സാവകാശം നശിച്ചില്ലതാകുന്നു. ആ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് തായ്തണ്ടിൽ നിന്നും കിട്ടുന്ന ആ സാപ്പ്, ജീവജലം, അത് സ്വീകരിച്ച് വളരാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം. അപ്പം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒരു കമ്പ് വെട്ടി മാറ്റപ്പെട്ടാൽ 10 മിനിറ്റ് നേരത്തേക്ക് അത് അതുപോലെ ഇരിക്കും. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വാടിയിരിക്കും. പിന്നെ കുറേ മണിക്കൂർ കഴിയുമ്പോൾ അത് ഉണങ്ങിത്തുടങ്ങും. ആദ്യം ഇലകൾ പോകും, പിന്നീട് ആ ശിഖരങ്ങൾ പച്ചപ്പുണ്ടെങ്കിലും സാവകാശം അതും ഉണങ്ങി വരണ്ടി പോകും. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കുറേ നാൾ പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ, കുറേ നാൾ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കാതിരുന്നാൽ, കുറേ നാൾ കുദാശകൾ സ്വീകരിക്കാതിരുന്നാൽ സാവകാശം ഈ കമ്പ് പോലെ, വെട്ടിമാറ്റപ്പെട്ട കമ്പ് പോലെ നമ്മുടെയും ജീവിതം അവസാനിക്കുന്നു. അതുകൊണ്ട് ആ കർഷകൻ്റെ ഭൂമിയിൽ കർത്താവ് പറഞ്ഞതുപോലെ ഒരു വൃക്ഷം ഫലം തരാതെ നിൽക്കുന്നു, വീണ്ടും ഫലം നൽകാൻ വേണ്ടി, ഫലം പ്രതീക്ഷിച്ച് വീണ്ടും അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. അതിന് പ്രത്യുത്തരം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വഴി, അന്വേഷണം അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്ന് ഓർക്കാം. ആ വഴി സുഗമമല്ലെന്നും ഓർക്കണം. വിശ്വാസത്തിൻ്റെ വഴി ഒരിക്കലും എളുപ്പമല്ല. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ അനുഭവത്തിലുണ്ട് വിശ്വാസം. പലപ്പോഴും വിശുദ്ധരുടെ ജീവിതത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾ, ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ള സംശയങ്ങൾ വരാം. ആൻഡ് ദർ ഇസ് എ സെൻസ് ഓഫ് ബോർഡം, എ സെൻസ് ഓഫ് മീനിങ്ലെസ് തീർച്ചയായിട്ടും ഉണ്ടാകും വിശ്വാസത്തിൻ്റെ വഴിയിൽ. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ ആ വഴിയിൽ എപ്പോഴും ദർ ഇസ് ഓൾവേസ് എ മാർജിൻ ഓഫ് ഡൗട്ട് ആൻഡ് ബോർഡം, ഓൾവേസ് ആൻഡ് ഓൾവേസ്. അതുണ്ടെങ്കിലും ഒരിക്കലും നഷ്ടധൈര്യരാകാതെ, വിട്ടുകൊടുക്കാതെ വീണ്ടും വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ, വളരാൻ ദൈവത്തിൻ്റെ അരൂപി നമുക്കെപ്പോഴും ശക്തി നൽകുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, അന്വേഷണം തുടരുക. കണ്ടിന്യൂ ദ സെർച്ച് ഓഫ് ഫെയ്ത്ത്. ഓൾവേസ് ആൻഡ് ഓൾവേസ് കണ്ടിന്യൂ ദറ്റ് ജേർണി ഓഫ് ഫെയ്ത്ത്, ദ പിൽഗ്രിജം ഓഫ് ഫെയ്ത്ത്. നമ്മളൊരിക്കലും തന്നെയല്ല, നമുക്ക് മുൻപേ പോയിട്ടുള്ള നമ്മുടെ വിശുദ്ധാത്മാക്കൾ, അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ, അതെല്ലാം നമുക്ക് ഉത്തേജനം നൽകുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ മന്ദീഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ജീവിത അനുഭവങ്ങൾ, മുൻപേ പോയിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ചിലപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നതാകാം, ചിലപ്പോൾ നല്ലൊരു ഗ്രന്ഥം വായിക്കുന്നതാകാം, ചിലപ്പോഴൊരു തീർത്ഥാടനമാകാം. ഇതെല്ലാം നമുക്ക് വിശ്വാസത്തിൻ്റെ ഊർജം പകർന്നു തരുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ വളരാൻ. വളർന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പുറകോട്ട് പോകുന്നതാണ് അർത്ഥം. വളരാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്താനും സ്വയം ചോദിക്കാനും നമുക്ക് തയ്യാറാകാം. ജോബിൻ്റെ പുസ്തകവും നമുക്ക് നൽകുന്നത് ഇപ്രകാരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ, ഒരു അന്വേഷണത്തിൻ്റെ കഥയാണ്. ജോബ് ദൈവത്തിൻ്റെ വിശ്വസ്തനായ ഒരു പുത്രനായിരുന്നെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെയും ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഒന്ന് വ്യതിചലിക്കാൻ ഉള്ള പ്രലോഭനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ ശപിച്ചു. നമുക്കറിയാം, ഇനിയും ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ ആ ദൈവത്തെ ശപിച്ച് മരിക്കാനൊരുങ്ങൂ എന്നാണ് പ്രിയ ഭാര്യ ജോബിനോട് പറഞ്ഞത്. ജോബ് വിട്ടുകൊടുത്തില്ല. പക്ഷേ ജോബിൻ്റെയും ഉള്ളിൽ ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് എങ്ങനെ സംഭവിച്ചു? ഞാൻ ദൈവത്തെ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട്
വിശ്വസ്തയോടെ സേവിച്ച് ദൈവത്തിൻ്റെ പരിപാലനം വിശ്വസിച്ചിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നുള്ള ചോദ്യം നമ്മളെല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഉയർന്ന ചോദ്യമാണ്. പക്ഷേ ജോബ് വിട്ടുകൊടുത്തില്ല. ജോബിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടെങ്കിലും പരാജയപ്പെട്ടില്ല. ജോബ് മുന്നോട്ട് പോയി. ജോബിൻ്റെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തുക്കൾ പോലും ചോദ്യങ്ങൾ കൊണ്ട് ജോബിനെ വീർപ്പുമുട്ടിച്ചപ്പോഴും ജോബ് ചഞ്ചലിക്കാതെ തൻ്റെ വഴി തുടർന്നു. അവസാനം ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വെളിച്ചം ലഭിക്കും. ദൈവം തന്നെ ജോബിൻ്റെ ഹൃദയത്തെ പ്രശോഭിച്ചു. എന്തുകൊണ്ട് എന്നുള്ള ജോബിൻ്റെ ചോദ്യത്തിന് 1000 ചോദ്യം ദൈവം തിരിച്ചു ചോദിച്ച് അത് വലിയൊരു വെളിച്ചമായിരുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലേക്കുള്ള ആ വളർച്ച. ഞാൻ എൻ്റെ വായ്കൾ പൂട്ടുന്നു, ദൈവം എൻ്റെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല എന്നുള്ള അനുഭവത്തിലേക്ക് ജോബ് വളർന്നു. ആകയാൽ നമ്മുടെയും ജീവിതങ്ങളിൽ ഇങ്ങനെ ഈ പ്രതിസന്ധികളുണ്ടാകും, ചോദ്യങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം നഷ്ടധൈര്യരാകാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അന്വേഷണത്തിൻ്റെ വഴി തുടരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് എന്നും പ്രചോദനമാകട്ടെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ നീ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിച്ചു, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അസ്തമിക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നീ ഞങ്ങൾക്ക് നൽകുന്നു. അതിലാണ് ഞങ്ങളുടെ ആശ്രയം. വിശ്വാസത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ വീഴുമ്പോൾ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ചോദ്യങ്ങളുണ്ടാകുമ്പോൾ ഒരിക്കലും നഷ്ടധൈര്യരാകാതെ നിൻ്റെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ എന്നും നടന്നു വരുവാനായിട്ട് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് എപ്പോഴും ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ, ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും മനസ്സിലാക്കാനാവാത്ത പല അനുഭവങ്ങളിൽ നിന്ന് കടന്നു പോയപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തെ വിളിച്ച് നീ പ്രാർത്ഥിച്ച് നിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചതുപോലെ ഞങ്ങളുടെയും വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ശക്തിയായിരിക്കണമേ, അഭയമായിരിക്കണമേ.